ഗായ്സ്, സമയം ഇപ്പോൾ രാവിലെ 4:30 നമ്മൾ ഒരു ബൈക്ക് റൈഡ് പോവാണ്. ഞാൻ ഫസ്റ്റ് ടൈമായിട്ടൊരു ബൈക്ക് റൈഡ് പോവാണ്. അതാരുടെ കൂടെയാണ്? എൻ്റെ ടീം, എൻ്റെ ഓഫീസിലെ ഫ്രണ്ട്സുമായിട്ടും പിന്നെ എൻ്റെ ചേട്ടനെ എക്സ്ട്രാ ആയിട്ടിനെ കൊണ്ടുപോകുന്നുണ്ട്. അതെന്തിനാ? എൻ്റെ ചേട്ടൻ ബൈക്ക് എടുത്തത് നിങ്ങൾ ഓൾറെഡി കണ്ടു കാണുമല്ലോ. അപ്പോൾ ചേട്ടൻ ബൈക്ക് എടുത്തുകൊണ്ട് ബൈക്കിനൊരു ടെസ്റ്റ് റൈഡായിട്ടും എനിക്കൊരു കമ്പനിക്കും അവർക്കൊരു കൂട്ടിനും എല്ലാം ആയിട്ട് ഞാൻ കൊണ്ടുപോവുകയാണ്. എവിടെയാണ് പോകണമെന്ന് ഇതുവരെയും തീരുമാനിച്ചിട്ടില്ല ഗൈസ്. അതുകൊണ്ട് നിങ്ങളടുത്ത് പറയാൻ പറ്റില്ല. ഒരാൾ പറയുന്നു വാഗമൺ പോവാന്ന്. എവിടെയായാലും പോയിട്ട് നമുക്ക് അടിച്ച് പൊളിക്കാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ബൈക്ക് ട്രിപ്പ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾ വിചാരിക്കുക എനിക്കെന്താ ഇത്രയും ഭയങ്കര ഇളക്കുമെന്ന്. എന്ത് ചെയ്യാനാ ഗൈസ്, ഫസ്റ്റ് ടൈം അല്ലേ പോകുന്നത്. അപ്പോൾ ഇത്രയൊക്കെ പ്രതീക്ഷിക്കാം. നമുക്കറിയില്ല എങ്ങനെയാണ് പോകുന്നതെന്ന്, എന്താ സംഭവം, എന്താ നടക്കാൻ പോകുന്നതെന്ന് അവിടെ പോയിട്ടറിയാം. അവന്മാരെ എല്ലാവരും ഫസ്റ്റ് ടൈമായിട്ട് നിങ്ങളും കാണാൻ പോയില്ലേ? നിങ്ങൾ എക്സൈറ്റഡ് ആണോ പറയൂ. നമ്മുടെ കൂടെ ട്രിപ്പ് വന്ന 4 പേരാണ് ഈ ഫ്രണ്ടിൽ കൂടെ പോകുന്നത്. ഇതാണ് അൻസൽ. ഇവനെ എല്ലാവരും വഴിയിൽ നിന്ന് കിട്ടി വരുന്നതാണ്. ഹൈവേന്ന് ഇനി അങ്ങോട്ടെല്ലാം ഒരുമിച്ചാണ്. ഇതാണ് നെക്സ്റ്റ് താരം. ദിസ് ഈസ് അനന്തു. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ ടീമിലെ ചുണക്കുട്ടികളായിട്ടുള്ള അനൂപും ആദിത്യൻ അശോകും. ആദിത്യൻ അശോകിനെ കുരുപ്പെന്ന പേരിലാണ് എല്ലാവരും അറിയപ്പെടുന്നത്. കാരണം അവൻ്റെ ചോറി സ്വഭാവം കൊണ്ട് മാത്രം. നെക്സ്റ്റ് വീണ്ടും അൻസലാണ്. അൻസലിൻ്റെ ബേക്കിൽ ഇപ്പോൾ ഉള്ളത് അഭിജിത്ത്. നിങ്ങൾ വിചാരിക്കുന്നതാണ് എന്തിനാ ഈ റോഡിൻ്റെ വീഡിയോ എടുത്തത്. ഈ സിക്സാക് ലൈൻ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. എല്ലായിടത്തും വൈറ്റ് ലൈനാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അറിയാമെന്നുള്ളൊരു കമൻറ്റ് ചെയ്യും. ഗായ്സ്, എൻ്റെ ചേട്ടന് വട്ടായി ഗായ്സ്. അവന് ചില സമയത്ത് ഇതുപോലെ ഞെട്ട് ബോൾട്ടെല്ലാം ഇളകിപ്പോവും. അപ്പം ഇതുപോലെ കുറച്ച് ശ്വാസങ്ങളെല്ലാം കാണിക്കും. അത് ഇടയ്ക്കിടയ്ക്കല്ല, മിക്ക സമയമുള്ളതാണ്. കുറേ ഇപ്പം ഈ വണ്ടിയും കൂടെ വാങ്ങിച്ചില്ലേ, ഇനിയിപ്പോൾ ഉള്ള ഓഫ് റോഡെല്ലാം കൊണ്ട് കയറ്റും. ഇനി ആ ഒരു ഇളക്കത്തിലായിരിക്കും. രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നു. അവരെ ഇവിടെ ഒന്നും കാണാനില്ല. സമൂസ കഴിക്കാം, കുറച്ച് റെസ്റ്റ് എടുക്കാം. പയ്യത്തിന് ആക്രാന്തം വേണ്ട. അബീത് മനസ്സിലായി? കൊള്ളാമോ ചെറുക്ക? രണ്ടുപേരും കൂടെ ഉണ്ട്. ഇത് കണ്ടോ, ഫ്രണ്ടില് ഗ്ലാസ് പൊക്കിയാണ് വെച്ചത്. എല്ലാരും പോയി എടുത്ത വഴി ഇതുവഴി ഇങ്ങനെ പോയി എടുക്കേണ്ടി വന്നു കൂടെ. പിന്നെ ഉറപ്പായിട്ടും എന്റെ PR അല്ലേ ഇത്. ഇത്രയും പേര് എന്റെ PR അല്ലേ. നെഗറ്റീവ് റിവ്യൂ ഇട്ടാലേ വൈറലാവുള്ളൂ. ഐ നോ. കഴിഞ്ഞു ഗൈസ്. ബാക്ക് ടു ട്രിപ്പ്. നമ്മൾ പത്തനംതിട്ട എരുമേലി റൂട്ടാണ് ഇടുക്കിയിലോട്ട് പോകുന്നത്. ഇരുന്നിരുന്ന് വയ്യാതെ ചുമ്മാ നടക്കാറിറങ്ങിയതാ. നോക്കൂ, വെള്ളച്ചാട്ടം. കറക്റ്റ് സ്പോട്ട്. ഇപ്പൊ വീഴുന്നേ. ഇനി എൻ്റെ ചേട്ടൻ്റെ കുറച്ച് പട്ടി ഷോകളാകണം. ഞാൻ വണ്ടി മാറി കയറി എനിക്ക് ഇരുന്ന് വയ്യ. അതുകൊണ്ട് നമ്മൾ ഇനി വണ്ടി മാറി കയറിയാലേ ശരിയാവത്തുള്ളൂ. ഫൈനലി നമ്മൾ വാഗമൺ എത്തിയിരിക്കുന്നു ഗൈസ്. എൻ്റെ ദൈവമേ, കുറേ നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ എത്തിയിരിക്കുന്നു. ഒന്നും പറയാൻ വയ്യ. കാല് നിലത്തുറക്കുന്നില്ല ഗൈസ്. വണ്ടി ഇങ്ങനെയുണ്ട്.
ക്ലൈമറ്റ് ചതിച്ച് ഗൈസ്. ഒന്നും പറയാനില്ല. നാട്ടില് മൊത്തവും മഴ, ഇവിടെ വന്നപ്പോ ഒടുക്കത്തെ വെയില്. എന്തിനാണെന്ന് പറഞ്ഞൂടാ, മനുഷ്യൻ ചത്തു. ഇനി നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ഇപ്പൊ ഹോട്ടലിന്റെ ഫ്രണ്ടിലാണ്. ശവാസനം ചത്ത്. അനുപേ വൈബാണോ ചെറുക്ക? സൂപ്പറാണോ? എങ്ങനെയുണ്ട്? ഒന്നും അറിയില്ലേ. ബാക്കില് പാട്ടും പാടി ഇരുന്നവനോ? അതിനെന്തോ എന്തുണ്ട്? പൊളി. ചത്തി 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 ചത്തി. കുറച്ച് ഫുഡ് കഴിച്ചിട്ട് പവറാണ്. പൊറോട്ടയും മുട്ടക്കറിയും കഴിക്കാൻ കഴിയും. പൊറോട്ടയും മുട്ടക്കറിയും, മുട്ടക്കറിയും പൊറോട്ടയും, പൊറോട്ടയും മുട്ടക്കറിയും. എല്ലാരും കിട്ടുന്നുണ്ടോ? വെട്ടം. ഗൈസ്, നമ്മളിപ്പോ വാഗമണില് ഒടുക്കത്തെ വെയില്, മൊട്ടം വെയിലത്ത് അഡ്വഞ്ചർ പാർക്ക് അടിച്ചു പൊളിക്കാനായിട്ട് എത്തിയിരിക്കുന്നു. തണുപ്പത്ത് ജാക്കറ്റ് എല്ലാം എടുത്തുകൊണ്ട് വന്നതാ. ഒരു യൂസും ഇല്ല, ചൂടെടുക്കുന്നു. അയ്യോ തണുപ്പ് തണുപ്പ്, ഒരു രക്ഷയില്ല. കുളിര് വിറയ്ക്കുന്നുണ്ടോ? ആദ്യമായിട്ടല്ലേ പറഞ്ഞേ, ഇതാണ് ഇടുക്കിയിലെ വെയില്. ഇടുക്കിയിലെ വെയില് പൊളി മുത്തേ. ഒന്നും പറയാനില്ല. നാട്ടില് മൊത്തവും മഴ, ക്ലൈമറ്റ് കോട എന്നൊക്കെ പറഞ്ഞ ഇങ്ങോട്ട് വന്നത്. സൺകിസ്റ്റാ. സൂപ്പറായിട്ടുണ്ട്. വെയിലത്ത് തൊപ്പിയും വെച്ചിട്ട് നടക്കാണ് ഗൈസ്. അവസ്ഥ കോടയെന്നും പറഞ്ഞത് വെയിലത്ത് ഹെൽമെറ്റും വെച്ച് നടക്കുന്ന ടീം നോക്കണേ. തണുക്കണേ. അയ്യോ എന്താ സ്ട്രെസ്. ഉമ്മച്ചി ഇതെവിടെ പോണ? ചത്ത് 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 ചത്ത്. വിട്ടാ എടാ മോനെ, ഒട്ടും വെയിലില്ല. മാറും ഗൈസ്, മാറും. ഞാൻ ഫ്രണ്ടേന്ന് പോട്ടെ. എല്ലാരും ഇവിടെ മഞ്ഞ് കാരണം ഹെൽമെറ്റ് വെച്ചേക്കാണ്. മഞ്ഞ് കാരണമാണ്, മഞ്ഞ്, വെറും മഞ്ഞ് കാരണം. അവിടെ അല്ലടാ പോവാനുള്ള വഴി. ഒട്ടും വെയിലില്ല. വെയിലെങ്ങനെയുണ്ട്? തണുപ്പോ? ആറ്റുകാലി പൊങ്കാലയ്ക്ക് പൊങ്കാല ഇടാൻ പോയൊരു ഫീല് ഗായ്സ്. അത്രയ്ക്ക് വെയില്, ഒരു രക്ഷയില്ല. ഗ്ലാസ് ബ്രിഡ്ജിൽ ഒടുക്കത്തെ തിരക്ക്, മൊട്ടം വെയില്. അരിക്കൊമ്പനോ? എവിടെ എവിടെ?
എന്തിനോ വേണ്ടി തിളച്ച സാമ്പാർ പോലെ കുറേ ദിവസത്തെ പ്ലാനിങ്. കോട കാണാൻ വേണ്ടി ഇടുക്കി വരെ വന്ന് വാഗമൺ. എന്ത് ചെയ്യാനാ, ഒടുക്കത്തെ വെയില്. ഇനി ഒന്നും നടക്കില്ല. നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ഈ വെയിലത്ത് കിടന്ന് കഴിയുന്നതിനും കാട്ടി ബെറ്റർ അതാണ്. ഇപ്പൊ ഇറങ്ങിയാലേ, ഇപ്പൊ സമയം എത്രയും 1 മണി. ഇപ്പൊ ഇറങ്ങിയാൽ ഒരു 4 മണിക്കെങ്കിലും എത്തോളൂ. അതുകൊണ്ട് നമുക്ക് പോവാം. ഗൈസ്, എങ്ങോട്ടാ പോകുന്നേ? എടോ, ക്ലൈമറ്റ് പെട്ടെന്ന് മാറിയടോ. ഇനിയെങ്കിലും കുറച്ച് മഴയൊന്ന് പെയ്യോ, ഒരു സന്തോഷത്തിന്. ഓ, ഇതാണ് ഗൈസ് വാഗമണിൻ്റെ കോടയില്ലാത്ത വ്യൂ. നിങ്ങളെല്ലാവരും കോടയുള്ള വ്യൂ ആണ് കണ്ടിട്ടുള്ളെങ്കിൽ നമ്മൾ കോടയില്ലാത്ത മൊത്തം വെയിലത്തുള്ള വ്യൂ ആണ്. അത് കാണാൻ സൂപ്പറാണ്. പക്ഷേ വെയിലാണെന്ന് മാത്രമേ ഉള്ളൂ, അങ്ങനെ ഒരു വിഷമം മാത്രമേ നമുക്കുള്ളൂ. പക്ഷെ വ്യൂ സെറ്റായിരുന്നു. കുറച്ചെങ്കിലും ഇത്തിരി കോട ഉണ്ടായിരുന്നെങ്കിൽ വന്നതിന് വെർത്തായേനെ. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നന്ദി നന്ദി. ഗൈസ്, നമ്മളിപ്പോ എന്താ ചെയ്യുന്നേ? ഫോട്ടോഷൂട്ട്. വീണ്ടും ഫോട്ടോഷൂട്ട്. ഗൈസ്, ഇതാണ് തേയില. എല്ലാരും കണ്ടല്ലോ, തേയില. ഇതിൽ നിന്നാണ് നമുക്ക് എന്താ കിട്ടുന്നത്? ചായപ്പൊടി. കൊള്ളാലോ. അശോകി, തംസ് അപ്പ്. ഗൈസ്, എല്ലാവർക്കും ഈ സ്ഥലം അറിയായിരിക്കും. ഇതാണ് മുണ്ടക്കയം. അപ്പോൾ ഒരു സമയത്ത് നാടിനെ മൊത്തം നടുക്കലാക്കിയ ഒരു ഉരുൾപൊട്ടലായിരുന്നു ഇത്. ഈ വഴിയാണ് നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് പോകുന്നത്. ഇപ്പൊ എങ്ങനെ ഇരിക്കണം നിങ്ങളെ പറ. വാഗമണ്ണ് വരെ വന്നിട്ട് മഴ പെയ്തോ? സംഭവം നമ്മളെ ഭാഗം നല്ല പൊരിഞ്ഞ വെയില്. ഇപ്പൊ നോക്കുമ്പോ ഭയങ്കര മഴ. വീട്ടിൽ പോവാൻ വേണ്ടി അവിടെ നിന്ന് ഇറങ്ങിയപ്പോ മുടിഞ്ഞ മഴ. പെട്രോൾ പമ്പിൽ വന്ന് കോട്ട് വിട്ട് നിക്കണം. എങ്ങനെയുണ്ട്? മഴ പെയ്തില്ലേ? മഴ പെയ്തു. സന്തോഷായോ? വലുതാകുമ്പോ ഗായത്രി വലിയ ബ്ലോഗർ ആകുമ്പോ നമ്മളൊക്കെ മറക്കും. പോടാ. മഴ പെയ്തപ്പോ സന്തോഷായോ? വൈബാണോ? സന്തോഷായില്ലേ? വാഗമണ്ണ് വന്നിട്ട് മഴ പെയ്തില്ലെന്നല്ലേ പറഞ്ഞത്? ഒതന്റിക് മഴ. നിനക്കൊന്നും പറയല്ലേ? നല്ല മഴയാണ്. നമ്മളിപ്പോ കുമ്പഴ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാൻ വന്നു. ഫുഡ് വെട്ടം ഫുഡ്. ഭീമയ്ക്കുള്ള പോസാണോ? ഇത്രയും നേരമായിട്ട് ഒന്നും കഴിച്ചില്ല. ജ്യൂസ് വെള്ളം. ഇനി നമുക്ക് കഴിക്കാം. ലെറ്റ്സ് ഗോ. ഫ്രൈഡ് റൈസ്. ഫുഡ് എങ്ങനെയാ? ഹെൽത്തി ആണോ? നീ അനന്തു? രണ്ടനന്തു ഉണ്ട്. നീ പറ. അശോകി? ഇവര് തൊട്ട് ഈ അൻസിൽ ഒരു ഒതന്റിക് എന്ന് പറഞ്ഞൊരു സാധനം ഇട്ട് അതിനുശേഷം തൊട്ട് എങ്ങനെയാന്ന് പറഞ്ഞൂടെ ആരെന്തൊരു ചോദിച്ചാലും ഫുഡിന്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒതന്റിക് ഫുഡ്, ഒതന്റിക് മുട്ട, ഒതന്റിക് ഫ്രൈഡ് റൈസ്. ഇവർക്ക് എല്ലാവർക്കും സൈക്കോണ്. ഒരു വേർഡ് കിട്ടിക്കഴിഞ്ഞാൽ ആ ദിവസം മൊത്തം അത് വെച്ച് ഓടിക്കും. ഗൈസ്, ബാക്ക് ടു ഹോം. ചത്ത്
ഒന്നും പറയാനില്ല. എനിക്ക് കഴുത്തിന് താഴോട്ട് മൊത്തം ഒരു മരവിപ്പ് മാത്രം. സുഖം. ഇന്നിപ്പോയി ശവാസനം തന്നെ. എന്റെ പൊന്നോ, കറക്റ്റ് സ്ട്രെയിറ്റ്. ഇനി മേലെ അവള് വണ്ടിയിൽ കയറി യാത്ര ചെയ്യണമെന്ന് പറയുന്നു. ഞാൻ ഒരു എക്സ്പീരിയൻസിന് പോയത്. എൻ്റെ ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പോണതാ. ഒരു എക്സ്പീരിയൻസിന് പോകാൻ വേണ്ടി ട്രൈ ചെയ്തതായിരുന്നു. ഇപ്പം എന്ത് മനസ്സിലാക്കാം, നമുക്ക് ദൂരയാത്ര പോകുമ്പോഴത്തേനും ഇടയ്ക്കിടയ്ക്ക് നിന്ന് കാഴ്ച കണ്ട് വേണം പോവാൻ. ഒറ്റ സ്ട്രെയിറ്റ് ആയിട്ട് 150, 100, 200 കിലോമീറ്റർ ഒന്നും ഒരേ സ്ട്രെച്ചിന് നമുക്ക് പോവാൻ പാടില്ല. പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? ചത്തുപോകും. ഫുഡ് കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ ഒരു സ്ഥലം മാത്രം, അത് ഫുഡ് കഴിക്കാൻ നിർത്തിയതും 110 കിലോമീറ്റർ അടുപ്പിച്ചുള്ളപ്പോൾ അവിടെ നിന്ന് സ്ട്രെയിറ്റാ ഒറ്റ പോക്കിനാണ് ഇങ്ങോട്ട് വന്നത്. ഒരിടത്ത് മാത്രം ഒരു 5 മിനിറ്റ് നിർത്തി. എനിക്ക് വേറെ വണ്ടിയിൽ കയറാൻ എനിക്ക് വയ്യായിരുന്നു. എനിക്ക് ദേഹം മൊത്തം വേദനിച്ചു. ഇപ്പൊ വീട്ടിൽ വന്നു കയറി. ഇന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. ബൈ, ടാറ്റ.